ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2026 പ്ലാനിനെ കുറിച്ചല്ല, എന്തുകൊണ്ട് 2025 പ്ലാനുകൾ ഫെയിലായി എന്നതിനെ കുറിച്ചാണ്. പ്ലാനുകൾ ഫെയിലായവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഈ വീഡിയോ. അതായത് നിങ്ങളുടെ 2026 ഒരു മികച്ച വർഷമാക്കണമെങ്കിൽ 2025 പ്ലാനുകൾ മുഴുവൻ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞോ? 2024 ഡിസംബറിനും നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുക. കാരണം നമുക്ക് സംഭവിച്ച തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വിജയം നമ്മെ തേടി വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം, എവിടെയൊക്കെയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത് എന്നത്. 2024 നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് ഗോളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം, എഴുതി വെച്ചിട്ടുണ്ടാവാം. പക്ഷേ 2025 അവസാന നിമിഷത്തിൽ അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു, എവിടെ നിങ്ങൾ എത്തി എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. എത്രമാത്രം ലക്ഷ്യങ്ങൾ എനിക്ക് 2025 പൂർത്തീകരിക്കാനുണ്ടായിരുന്നു, അവയിൽ എത്ര എണ്ണം ഞാൻ നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം, എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത്. ദ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നോ ക്ലിയർ പ്രയോറിറ്റി എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഗോളുകൾ ഉണ്ടാവാം, പക്ഷേ അതിലൊന്നുപോലും ഒരു പ്രയോറിറ്റി ലെവലിലേക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ഗോളുകൾ ഒന്നിച്ച് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ 2026 നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. ഏറ്റവും നിങ്ങളുടെ വിഷ് ലിസ്റ്റ് എഴുതാം, ഒരു 100 വിഷ് ലിസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. അതിൽ നിന്നും നിങ്ങൾ ഇരുന്ന് ആലോചിച്ച ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു 10 എണ്ണം എഴുതുക. അത് വീണ്ടും അതിൽ ഡീപ്പായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, പണം സമ്പാദിക്കാൻ, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നേടിയെടുക്കാൻ, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഗോൾസുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. എങ്കിൽ ഈ 10 എണ്ണത്തിനെ നിങ്ങൾ വീണ്ടും അനലൈസ് ചെയ്ത് അത് വെറും 3 എണ്ണത്തിലേക്ക്, ഏറ്റവും കൂടിയത് 3 എണ്ണത്തിലേക്ക് നിങ്ങൾ ചുരുക്കുക. ഈ 3 എണ്ണം 2025 എത്രമാത്രം എത്തണം എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു കോടീശ്വരനാവണമെങ്കിൽ 2026 എത്ര പണം സമ്പാദിക്കണം. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും 2026 ഡിസംബറിൽ എവിടെ എത്തണം, ഇത് കൃത്യമായി പ്ലാൻ ചെയ്യുക. പ്രയോറിറ്റി ലെവലിലുള്ള 3 ഗോൾസുകൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്, നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും പരാജയപ്പെടാനുള്ള കാരണം ചീപ്പ് ഡോപ്പമൈൻ്റെ പുറകെ പോകുന്നതാണ്. എന്താണ് ചീപ്പ് ഡോപ്പമൈൻ? നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് സമയം വെറുതെ കളയുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഒരു ഗോള് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് പ്രയത്നിച്ച സക്സസ്സിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ വിജയം നിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഡോപ്പമിൻ നിങ്ങൾ 10-15 മിനിറ്റ് സ്ക്രോളിങ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്ന സമയത്ത് എഫേർട്ട് എടുത്തിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പിന്തിരിപ്പിക്കും. അതുകൊണ്ട് ചീപ്പ് ഡോപ്പമൈൻ്റെ പുറകെ പോകുന്നവർ അത് ഈ നിമിഷം നിർത്തുക. 2026 നിങ്ങൾക്കൊരു മികച്ച വർഷമാവണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുന്ന നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് നേടാൻ കഴിയണമെങ്കിൽ ഈ ചീപ്പ് ഡോപ്പമൈൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോ സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഗോളുകൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല. മോട്ടിവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി വളരെ പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും. എന്നാൽ ഒരു സിസ്റ്റം നമ്മളിൽ
ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും അത് സക്സസ്സിലേക്ക് എത്തുകയും ചെയ്യും. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ഹാബിറ്റുകൾ വളരെ ചെറിയ 1% ഇമ്പ്രൂവ്മെൻറ്റ് വെച്ച് നിങ്ങൾ തുടരുക. അപ്പോൾ നിങ്ങളിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനു വേണ്ട ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ മോർണിംഗ് ഹാബിറ്റ് ആണെങ്കിലും റൊട്ടീൻ ആണെങ്കിലും എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കുകയും അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് നോ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ലക്ഷ്യം എഴുതി വെച്ചു, അത് ചിലപ്പോൾ നമ്മളടുത്തിൽ നിന്നും മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറോ ഒരു കമ്മ്യൂണിറ്റിയിലോ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും പ്രചോദനമായി മാറും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെയോ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് പെർഫെക്ഷനിസം ആണ്. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് ഓരോ ദിവസവും നമ്മൾ നിന്നും കഴിഞ്ഞു പോകും. എന്നാൽ ഒരിക്കലും ഏറ്റവും ബെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളെല്ലാം ബെസ്റ്റിൽ നിന്ന് തുടങ്ങുക. അത് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് നോ വീക്കിലി ട്രാക്കിംഗ് സിസ്റ്റം. നോ സിസ്റ്റം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു നോ വീക്കിലി ട്രാക്കിംഗ് സിസ്റ്റം. നമ്മളൊരു ലക്ഷ്യം എഴുതി വെച്ചു, അതിനുള്ള പ്ലാൻസ് തയ്യാറാക്കി, എന്നിട്ട് അത് നമ്മൾ ഒരു വർഷങ്ങൾക്ക് ശേഷമല്ല, ഒരു വർഷം അവസാനിക്കുന്ന സമയത്തല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വീക്കിലി പ്ലാൻ ഉണ്ടാക്കണം. ഒരു 1 ഇയർ പ്ലാനിനെ നിങ്ങൾ 4 ഡിവൈഡ് ചെയ്യണം. 4 മാസത്തെ ഒരു വർഷത്തെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ 3 മാസത്തേക്കും പ്രത്യേകം പ്ലാനുകൾ ഉണ്ടാക്കണം. ഈ 3 മാസത്തിൽ തന്നെ മന്ത്ലി പ്ലാൻ വേണം, മന്ത്ലിയിൽ ഡിവൈഡ് ചെയ്ത് വീക്കിലി പ്ലാൻ വേണം, ദെൻ ടു ഡു ലിസ്റ്റും വേണം. സോ ഓരോ വീക്കിലും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് എവിടെയാണ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയ എന്നും നമ്മൾ ഓരോ വീക്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓരോ വീക്കിലും അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരികയും വേണം. ദെൻ അടുത്ത് പറയുന്നത് ഷിഫ്റ്റ് യുവർ ഐഡൻറ്റിറ്റി. അതായത് നമ്മൾ 2024 പ്ലാൻ ചെയ്തു, 2025 ഒന്നും നടന്നില്ല, 2026 പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ധാരണ എന്താണ്? ഇത് മുമ്പേ ഞാൻ ചെയ്തതാണല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ട് എന്നുള്ളത്. അതിനു പകരം നിങ്ങളെക്കുറിച്ചുള്ള ഐഡൻറ്റിറ്റി മാറ്റണം. അതിനായിട്ട് ഒരു 3 അഫർമേഷൻ ഞാൻ പറയാം. ഐ ആം എ ഫിനിഷർ. അതായത് ഞാൻ തുടങ്ങുന്നവൻ മാത്രമല്ല, അവസാനിപ്പിക്കുന്നവൻ കൂടെയാണ്. ഐ കീപ് പ്രോമിസസ്, ഐ മേക്ക് യു മൈസെൽഫ്. ഞാൻ എനിക്ക് നൽകുന്ന പ്രോമിസസ് ഞാൻ എന്നോട് തന്നെ വീട്ടുന്നതാണ്. 3ാമത്തത് ഐ ചൂസ് ലോങ് ടേം റെസ്പെക്റ്റ് ഓർ ഷോർട്ട് ടേം പ്രയോറിറ്റീസ്. നമ്മൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രയോറിറ്റിക്കോ അല്ല പ്ലഷറിനോ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ നിലനിൽക്കില്ല. ഞാനൊരു ലോങ് ടേം ആയിട്ടുള്ള റെസ്പെക്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചീപ്പ് ഡോപ്പമൈൻ്റെ പുറകെ പോവുകയില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ വരുത്തേണ്ടതുണ്ട് എന്നത് ചെക്ക് ചെയ്ത ശേഷം 2026 പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരുപാട് ഗോളുകൾ എഴുതാതെ 2, 3, 4 അതിൽ കൂടുതൽ ഒരു ഗോളും നിങ്ങൾ എഴുതി വെക്കരുത്. ഗോൾസ് നിങ്ങൾക്ക് എഴുതി വെക്കാം, പക്ഷേ 2026 പ്രയോറിറ്റി ലിസ്റ്റിൽ ഇത്രയും ഗോളുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി 2026 നിങ്ങളുടെ ഗോളുകളെ കുറിച്ച് എഴുതുന്നതിന് മുമ്പ് 2025 ഗോളുകളിൽ എത്രയെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് എഴുതുക. അതിനുശേഷം ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ശേഷം ഒരു 2026 ഗോൾസ് എഴുതിയ ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് വന്ന പാളിച്ചകൾ നോ ക്ലിയർ പ്രയോറിറ്റി ആയിരിക്കാം.
ചീപ്പ് ഡോപ്പമൈൻ്റെ പുറകെ പോയതായിരിക്കാം, ഒരു സിസ്റ്റം ഇല്ലാത്തതാവാം, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഇല്ലാത്തതാവാം, പിന്നെ പെർഫെക്ഷനിസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കാം. അപ്പം ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഒരു എക്സിക്യൂഷൻ മെഷീൻ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. ഓരോ 3 മാസവും ഉൾപ്പെടുന്ന 4 പാർട്ടായിട്ട് ഒരു വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അത് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ സ്ലോ ഈസ് ഈക്വൽ ടു സ്മൂത്ത് എന്നാണ്. സ്മൂത്ത് ഈസ് ഈക്വൽ ടു റിയൽ ഫാസ്റ്റ്. അറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ 1% ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കേൾക്കാം. അതുപോലെ നമ്മളിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് വിജയത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എവറി 30 മന്ത്സിലേക്ക് നമ്മുടെ ഗോളിൻ്റെ എത്ര പെർസെൻറ്റേജ് വരണം എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വീക്കിലി ട്രാക്കർ ഉണ്ടാക്കണം. ഡെയിലി ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുപാട് പെട്ടെന്നുള്ള ഒരു വിജയത്തിലേക്ക് എത്താതെ വളരെ പതിയെ എന്നാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ 2026 നിങ്ങൾക്കൊരു മികച്ച വർഷമാക്കാൻ കഴിയും. ഉറപ്പാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം എന്നുള്ളതും എങ്ങനെ 2026ലേക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.